ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു ബീഫ് വരട്ടിയതിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ നമുക്ക് ബീഫ് വരട്ടിയത് ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 കിലോ ബീഫ് ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1.5 ടീസ്പൂൺ മുളക് പൊടിയും 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് അതിലോട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ചതച്ചെടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി അതിന് ശേഷം നമുക്കിതിലോട്ട് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ 1 സ്പൂൺ ഗരം മസാലയും 1 സ്പൂൺ ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിലോട്ട് നമുക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മസാലയൊക്കെ ഒന്ന് തിരുമ്മി ബീഫിലോട്ട് പിടിക്കുന്ന രീതിയിൽ തിരുമ്മി മിക്സ് ചെയ്ത് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. ഇപ്പോൾ വെളിച്ചെണ്ണ ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. ഇപ്പം നല്ലൊരു സ്മെല്ലുണ്ടാകാൻ വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ ചേർത്തത് കേട്ടോ. ഇപ്പം നമുക്ക് മാരിനേറ്റ് ചെയ്തിട്ട് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാനത് കുക്കറിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. നമുക്കിതിലോട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. കുക്ക് ചെയ്ത് വരുമ്പോൾ വെള്ളം ഉണ്ടാവും. അപ്പോൾ അത് നമ്മുടെ ബീഫ് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ 7 വിസിലടിച്ചപ്പോഴാണ് കേട്ടോ ബീഫ് വെന്തത്. നമുക്കതൊന്ന് വരട്ടിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്കിത് നല്ലതുപോലെ ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് വളരെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ സബോള ഒന്ന് വാടി കിട്ടുന്ന രീതിയിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് വാടി വരുന്നത് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് വാടിയാൽ പോലെ നമുക്ക് നല്ലൊരു ബ്രൗൺ കളർ ആവണ വരെ വാടി കിട്ടണം കേട്ടോ. അപ്പോൾ അതായത് നല്ലതുപോലെ ബ്രൗൺ കളർ ആവണ വരെ വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ നമുക്ക് ഇതിലോട്ട് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് നല്ലതുപോലെ മൂത്ത് വന്നതിന് ശേഷം നമ്മൾ ഇതിലോട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ മുളക് പൊടിയൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഓരോരുത്തർക്കും എരിവിൻ്റെ അളവ് വ്യത്യാസമായിരിക്കുമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. ഇനി നമുക്കിതിലോട്ട് നമ്മൾ പൊടിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ബീഫ് കുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ അതന്നെ ഞാൻ നല്ലതുപോലെ ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അടുപ്പത്ത് വെച്ചിട്ട്. അപ്പോൾ ബീഫൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് വരണ്ട് നല്ല കറുത്ത കളറിൽ കിട്ടുന്ന രീതിയിൽ ഇതൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ മസാലയൊക്കെ എല്ലായിടത്തും ആവണ പോലെ എല്ലാം ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വെള്ളമൊക്കെ ഏകദേശം കുറേശ്ശെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഏകദേശം കറുത്ത കളറായിട്ടില്ല, ഒന്നും കൂടെ ബ്രൗൺ കളറിൽ ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്നും കൂടെ ഒന്ന് വരട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ അമ്മയ്ക്ക് ഗൾഫിലേക്ക് കൊടുത്തയക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ തയ്യാറാക്കണം. അപ്പോൾ നമുക്കിത് ഗൾഫിലേക്കൊക്കെ കൊടുത്തയക്കണം എന്നുണ്ടെങ്കിൽ നല്ലതുപോലെ ഡ്രൈ ആയിട്ട് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഏകദേശം നല്ലതുപോലെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് ഞാൻ കുറച്ച് ചതച്ച മുളക് എടുത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതെ നല്ലതുപോലെ വരണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് 2 മിനിറ്റ് ഒന്ന് ഈ ചതച്ച മുളകൊന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് കിട്ടണ വരെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിത് അടുപ്പത്തുനിന്ന് വാങ്ങാം കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അത് ഗൾഫിലേക്കൊക്കെ കൊടുത്തയക്കാനാണെന്നുണ്ടെങ്കിൽ പുറത്തുള്ളവർക്ക് കൊടുത്തയക്കാനാണെങ്കിലും വളരെ എളുപ്പത്തിൽ ഇതുപോലെ തയ്യാറാക്കി കഴിഞ്ഞാൽ കുറേ നാൾ ഏകദേശം 1 മാസത്തോളം കേടാവാതിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.